Wow! Wow! Great! Great! Yeah, so nice. Oh! Please come. I don't know the language. I can't understand your music, but it's my soul, my song, my words. My mind is a holy place. It's a lot in it, my place. എനിക്ക് നിങ്ങളുടെ ഭാഷ അറിയില്ല, പക്ഷേ പാട്ടിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി. എന്റെ മനസ്സെന്നത് ഒരു അമ്പലമാണ്. അതിലെ സംഗീതമായ ദൈവത്തെ പറ്റിയാണ് നിങ്ങൾ പാടിയതെന്നാണ് പറയുന്നത്. അവൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറഞ്ഞേരെ. He says he sung exactly the same lines. Oh. അയ്യോ. എന്താടാ കാണിച്ചേ? നിന്റെ അച്ഛനോടുള്ള പരിചയം കൊണ്ട് വന്നതാ? നിന്റെ പണത്തിന്റെ അഹങ്കാരം കാണിക്കുകയാണോ? നിങ്ങളുടെ സംഗീത ജാലത്തില് എന്റെ സമ്മാനം. കൂത്താട്ടക്കാര് മക്കളെ വാഴവിടെ. എനിക്കുണ്ടായ പോലെ നിന്റെ അപ്പൻ ജയിച്ചടാ. അതെ, എന്താ ഇത്? മോന് കുറച്ച് ചോറ്. ഓ, ഇവനോ? ഇവന് വേണ്ടി നിങ്ങൾ എന്തിനാ ചോറും കൊണ്ട് വന്നേ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? മരിച്ച വീടല്ലേ, 3 ദിവസം കഴിഞ്ഞാലല്ലേ അവന് പുറത്തിറങ്ങാൻ പറ്റൂ. അതാ കൊണ്ടുവന്നേ. ഞാനെന്താ അന്യാണോ? പിന്നല്ലാതെ. നിങ്ങളുടെ മകളെ അവിടെ കല്യാണം കഴിച്ചു കൊടുത്തത് വലിയ അഭിമാനത്തിലല്ലേ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. അത് പോട്ടെ, മരിച്ചപ്പോഴെങ്കിലും വരായിരുന്നല്ലോ. നിന്റെ മുതലക്കണ്ണീര് കണ്ടാ ഞങ്ങളെല്ലാരും അങ്ങ് മയങ്ങി പോകുന്നു വിചാരിച്ചോ? നിന്റെ മുഖം കാണുന്നത് ഞങ്ങൾക്ക് വെറുപ്പാ. ഡാ, എഴുന്നേറ്റ് വാടാ. എല്ലാത്തിനും അങ്ങ് കരഞ്ഞു കാണിച്ചാൽ മതിയല്ലോ. ശാലിനിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ മരുമകളെ എന്ന് വിളിച്ചു നടന്ന അച്ഛനോട് അവൾക്ക് എന്തത്ര ദേഷ്യം. അയാൾ ജീവനോട് ഇരിക്കുമ്പോഴോ വന്നില്ല. മരിച്ചപ്പോഴെങ്കിലും അവൾക്കൊന്നും വരായിരുന്നില്ലേ? അയ്യോ, ശാലിനിയെ കുറിച്ച് നീ തെറ്റിദ്ധരിച്ചിരിക്കാ മോനെ. നിന്റെ വാക്ക് കേൾക്കാതെ ഞാൻ ചെയ്ത തെറ്റാ മോനെ ഇത്. എന്റെ മോളെ ഞാൻ കണ്ടിട്ട് മാസങ്ങളായി മോനെ. മരുമോൻ പറഞ്ഞതെല്ലാം നുണയായിരുന്നു മോനെ. ഇത് നേരത്തെ എന്നോടൊന്നും പറയാതിരുന്നേ. എങ്ങനെയാ പറയുന്നേ? നിന്റെ മനസ്സ് മാറ്റിച്ച് അവളെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുത്തതിന് ഈ കോളനി മുഴുവൻ എന്നോട് ദേഷ്യമാണ്. പിന്നെ ഞാൻ എങ്ങനെയാ നിന്നോട് ഇതൊക്കെ പറയാ?
ശാലിനി എന്താ ഇതൊക്കെ? ഇത് ആരുടെ വീടാ? ഇവിടെ ഉള്ളവരുമായി നിനക്കെന്താ ബന്ധം? നിന്റെ അമ്മ വന്ന് എന്നോട് എന്തൊക്കെയാ പറഞ്ഞു. ശരിക്കും എന്താ സംഭവിക്കുന്നത്? അവൻ എവിടെയാടി? എടാ ആരാ നീ? അയ്യോ അടിക്കല്ലേ, രക്ഷിക്കണേ, അടിക്കല്ലേ. നിർത്ത് മതിയായിരുന്നു. എനിക്ക് പേടിച്ച് ചാവില്ലടാ. എന്നെ കൊണ്ട് ഒരുപാട് ആവശ്യമുള്ളതാണ്. അയ്യയ്യേ, എന്തിനാണ് വെറുതെ കരയുന്നേ? മതിയടി കരഞ്ഞത്. എന്താന്ന് പോയി നോക്കടാ. അവരുടെ അടുത്ത് മേലെ കൊണ്ടുവിടറാ. സൂക്ഷിച്ച് കറുപ്പയ്യ, ഞാൻ പറഞ്ഞതുകൊണ്ട് നീ അവളെ കല്യാണമൊക്കെ കഴിച്ചതല്ലേ. അവളെ ഞാൻ ചത്തുപോയ ഞാൻ കൊടുക്കും. നിർത്തരാ. കാശ് കൊടുത്തവള് വരുന്നവളായിരുന്നെങ്കിൽ എപ്പോഴേ വന്നേനെ. എന്റെ കഷ്ടകാലത്തിന് അവളെ കല്യാണം കഴിക്കേണ്ടി വന്നേ. ഇവൾക്ക് വേണ്ടി 6 മാസം നാണുകെട്ട പണിയെടുത്തേ. നിന്റെ കാര്യം നടന്നില്ലേ, എന്റെ കാര്യം എപ്പോഴാ നടക്കുക? ഞാൻ ഉൾപ്പെടെ എല്ലാരും സൈൻ ചെയ്ത് കഴിഞ്ഞു. നാളെ തന്നെ കളക്ടറിന്റെ അടുത്ത് അത് വാങ്ങാം. ഉടനെ പട്ടയം നിന്റെ പേരിലാവും. ആ പെണ്ണിനെ മാത്രം ഒന്നും ചെയ്യലടാ. അങ്ങനെയാണോ? ഇറങ്ങിപ്പോടാ. ഏയ്, എന്തിനാടാ? എന്തെങ്കിലും കേസ് ചുമത്തി ഞാൻ തന്നെ ജയിലിലിട്ടോളാന്ന് പറഞ്ഞല്ലേ. എന്തിനാണ് വെറുതെ മുട്ടയൊക്കെ അടിക്കുന്നത്? ഓഫീസറെ ഒന്നടങ്ങ്. എനിക്കറിയാത്തതാണോ? ഞാനില്ലാതെ ഒറ്റയ്ക്ക് പോയി സമ്പാദിക്കാന്ന് കരുതിയിട്ട് നീയൊക്കെ പോക്കൃത്തരം കാണിക്കണം. നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? എന്തായാലും മുട്ടയൊക്കെ അടിക്കുന്ന പാപമല്ലടാ. അതെ, കേസ് കഴിഞ്ഞിട്ട് പുറത്തു വന്നാലും ഒറ്റയ്ക്ക് പോയി തൊഴിൽ എന്നുള്ള ചിന്ത ഇവൾക്ക് മാത്രമല്ല, ഇവിടെ ഉള്ള ഒരുത്തിക്കും ഉണ്ടാവാൻ പാടില്ല. എന്ത് പറ്റി കമ്മോട്ടറെ? വിഷമിച്ചാണല്ലോ വരുന്നേ. എന്റെ ജോലി നോക്കി പോടാ.
അതെ വിളിച്ചോണ്ട് പോ. എഴുന്നേക്ക പാപ്പോ. എടി കറുത്ത സുന്ദരി, നിന്റെ മുടി എടുത്തോണ്ട് പോടി. എന്തു വേണം? സ്കാൻ ചെയ്ത് നോക്കി, ഇപ്രാവശ്യം പെൺകുട്ടി തന്നെയാ. അയ്യോ ശരി, എടുത്തുകൊണ്ടുപോയി കലക്കിക്കളയി. സാറേ 3 പ്രാവശ്യം കലക്കി കളഞ്ഞതാ. ഇനി ഈ ശരീരം അത് താങ്ങുവോ? അതിന് ഞാനെന്താ ചെയ്തേ? ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനാണെങ്കിലോ പ്രസവിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാ നിന്റെ മകളുടെ വയറ് വാടകയ്ക്ക് എടുത്ത് ഒരു കുഞ്ഞിനെ കൊടുക്കാലോന്ന് വിചാരിച്ചത്. പക്ഷെ അവൻ ആൺകുട്ടി തന്നെ വേണമെന്ന ഒറ്റ വാശിയാണല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കലക്കിക്കള. എന്റെ മോളുടെ ജീവൻ എന്തെങ്കിലും പറ്റിയാ? തലവിധി. ഒന്നും പറ്റില്ലെങ്കിൽ കൊണ്ടുപോവാ, പണിക്കിറക്കാലോ. ഇങ്ങനെ നടന്ന് കരയല്ലേ, വിളിച്ചോണ്ട് പോടാ. ചേട്ടാ, ചെട്ടിയാരുടെ വീട്ടിൽ നിന്ന് ജോത്സ്യം വന്നിട്ടുണ്ട്. ഓ ആ കിളവനാണോ? അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറ. താഴോട്ട് വരാൻ അവര് പറഞ്ഞേ. മേലോട്ട് വരാൻ പറ. എന്താ ലീലാവതി, നീ എന്താ പുതിയ ആളുകളെ പോലെ പമ്മി നിൽക്കുന്നേ? ആരവള്? എന്റെ കോളേജിൽ പഠിക്കുന്ന ജൂനിയർ ആയത്. പോക്കറ്റ് മണിക്ക് വേണ്ടി വന്നതാ. പോക്കറ്റ് മണിയാ? എന്നിട്ട് പോക്കറ്റ് എവിടെ? നിന്നെ കണ്ട മുട്ട ഒഴുകിയ പോലെ ഉള്ളേ. എല്ലാവർക്കും മുട്ട വേണ്ടത്. നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് തടി വെച്ചതാ. കസ്റ്റമറിന്റെ അടുത്ത് നമ്പർ വാങ്ങൽ, നമ്പർ കൊടുക്കൽ, ഫോട്ടോ എടുക്കൽ ഒന്നും പറ്റത്തില്ല. എന്ത് ചെയ്താലും ഞങ്ങളോട് പറയണം. എല്ലാം പറഞ്ഞിട്ടാ വന്നിരിക്കുന്നേ. ശരി, നമ്പർ കൊടുത്തിട്ടോ. 988840. എന്താ സ്വാമി, ഉള്ളിലേക്ക് വരില്ലേ? അയിത്തോണോ? സ്വാമി എങ്ങോട്ടാ പോകുന്നേ? എന്താ സ്വാമി, ചെട്ടിയാർക്കും പെണ്ണുങ്ങൾ ആവശ്യം വന്നോ? അല്ല, ഇവരുടെ അങ്ങനെയുള്ള കാശുണ്ടെങ്കിൽ വിചാരിച്ച ഹിന്ദി നടിമാരെ തന്നെ കിട്ടൂലേ. പിന്നെ ഞാൻ എന്തിനാ? ഞാനെന്തിനാ? സ്വാമി, ഇപ്പോഴെങ്കിലും നിങ്ങളുടെ രഹസ്യം എന്താണെന്ന് പറയോ? തമ്പുരാൻ വരട്ടെ. എത്ര ശോശുവാ. നാരായണായ 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 നമോ നമഃ. അങ്ങുന്നേ എന്നെ അനുഗ്രഹിക്കണേ. ഇവനാണ് ഞാൻ പറഞ്ഞ ആള്. സ്വാമി എന്ത് ചോദിച്ചാലും ശൂശൂന്നേ പറയൂ. അങ്ങുന്നേ, നിങ്ങളെങ്കിലും നാണിക്കാത്ത കാര്യം പറയും. നിങ്ങൾക്ക് പഴുത്ത പഴം വേണോ അതോ പഴുക്കാത്ത പഴം വേണോ? സോ എനിക്ക് നന്നായിട്ട് അറിയാം, തമ്പുരാൻ ഈ ലോകത്ത് മുഴുവൻ ഒരുപാട് സ്വത്തുക്കളുണ്ട്. അതെ, ശരിക്കും ഉലകനായകൻ നമ്മുടെ അങ്ങുന്നല്ലേ? നിങ്ങളെല്ലാം സംസാരിക്കും. സ്വാമി, അവര് ശോശു എന്ന് പറയുന്നു, നിങ്ങൾ ശോശു എന്ന് പറയുന്നു. നേരിട്ട് കാര്യത്തിലേക്ക് വന്നേ. തമ്പുരാൻ ഉണ്ടായിരുന്ന ഒരൊറ്റ പെൺകുഞ്ഞിനെ അല്പായുസായിരുന്നു. ഇത്രയും സ്വത്ത് ആരെയെങ്കിലും ഏൽപ്പിക്കണ്ടേ? ഇവർക്കൊക്കെ ദത്തെടുത്തൂടെ? എടുക്കാമായിരുന്നു. തമ്പുരാന്റെ പങ്കാളികളെല്ലാം അവരുടെ മക്കളെ തന്നെ ഇദ്ദേഹം ദത്തെടുക്കണമെന്നാണ് പറയുന്നത്. ഈ ആശാന് നല്ല ആരോഗ്യമുണ്ടല്ലോ, ഒരു കൊച്ചിനുണ്ടായിക്കൂടെ? അത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരുപാട് പ്രായമായി. തമ്പുരാന്റെ ജാതകപ്രകാരം ഒരു പെൺകുട്ടിയെ തന്നെ അദ്ദേഹത്തിന് ലഭിക്കണം. ഏയ് സ്വാമി, വയറ്റിൽ 6 മാസമായിട്ട് ഒരു റെഡിമെയ്ഡ് ഐറ്റം ഉണ്ട്. ഇപ്പൊ കലക്കാൻ പറഞ്ഞോളൂ. അത് വേണേ ക്യാൻസൽ ചെയ്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കാലോ. ഏറ്റവും പ്രധാനം, ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തമ്പുരാന്റെ ബീജത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം. ഒരു പെണ്ണിന്റെ അണ്ടത്തില് തമ്പുരാന്റെ ബീജം നിറച്ച് അതിൽ 10 മാസം ചുമന്ന് ഒരു കുഞ്ഞിനെ നമുക്ക് ലഭിക്കണം. എല്ലാവരും സ്വത്ത് വിറ്റാണ് കുട്ടികളെ നോക്കുന്നത്. നിങ്ങളാണെങ്കിലോ കുട്ടികളെ വിറ്റാ സ്വത്ത് കാക്കുന്നേ. നന്നായിട്ടുള്ളതെല്ലാം കൊള്ളാം. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യമല്ലേ? പക്ഷെ അവര് വിചാരിച്ച ഒരു ആശുപത്രി വിലക്ക് വാങ്ങിയത് ചെയ്യാലോ അല്ലേ? ചെയ്യാമായിരുന്നു. പക്ഷെ ഈ രഹസ്യം നമുക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. പക്ഷെ ലോകത്തിന് മുമ്പിൽ ദത്തെടുക്കുന്നായിരിക്കും അദ്ദേഹം പറയുക. ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരാള് വേണം. അതാണല്ലോ ഞാൻ. നന്നായിട്ട് മനസ്സിലാക്കി. കർപ്പൂരത്തിന്റെ ബുദ്ധിയാ. ഏയ് സ്വാമി, എന്നെ സോപ്പിട്ടതൊക്കെ മതി. എനിക്കെത്ര കിട്ടും? കൂടിപ്പോയ 2 കോടിയല്ലേ? സ്വാമിക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാം ഞാൻ ഏറ്റു. ഈ പിസയും ബർഗറും പോലത്തെ എല്ലാ ഐറ്റത്തിനും ഞാനിപ്പോ ഹോം ഡെലിവറി ചെയ്തു തരാം. നോക്ക്.
അങ്ങുന്നേ ഫ്രഷ് പീസ്. ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നുള്ള ഒരു അസുഖവും ഇല്ലെന്നേ. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ധനലക്ഷ്മി, ആദിലക്ഷ്മി, മഹാലക്ഷ്മി, മൊത്തത്തിൽ നഷ്ടലക്ഷ്മി ഉണ്ടാവാൻ പോകുന്നേ. അങ്ങനെയാണെങ്കിൽ ഒരു 50 ലക്ഷം എക്സ്ട്രാ തന്നൂടെ എനിക്ക്? ജോത്സരെ കൂടുതൽ സംസാരിക്കണ്ട, വേഗം തീർത്തേക്ക്. സാമി, ഈ ഐറ്റം എങ്ങനെയുണ്ട്? ഈ പെണ്ണൊരു ഇടിവെട്ട കേട്ടോ. നല്ലൊരു ഇടിവെട്ട് കൊച്ചിനെ കിട്ടാൻ പോകുന്നേ. ഡൈനോസറിന്റെ കുഞ്ഞിനെ പോലെ ആരോഗ്യമുള്ളതായിരിക്കും. അവളുടെ ഹോർമോൺ അങ്ങനെയാ. ഈ ലോകത്ത് എവിടെന്നും കിട്ടൂല ഇങ്ങനെ ഒരു പെണ്ണിനെ. അതൊക്കെ ഇരിക്കട്ടെ, ഞാൻ കുറിക്കുന്ന നേരവും ദിവസവും നോക്കി വേണം കുട്ടി ജനിക്കാൻ. ഒരു ദിവസം പോലും തെറ്റാൻ പാടില്ല. എന്താന്ന് വെച്ചാ അതിലാണ് അദ്ദേഹത്തിന്റെ ആയുസ്സും ഐശ്വര്യവും എല്ലാം അടങ്ങിയിരിക്കുന്നത്. സൂക്ഷിക്കണം. നീ നന്നായി ജീവിച്ചോട്ടെ കരുതിയതാ, പക്ഷെ ഇങ്ങനെ ആവുന്നു കരുതിയില്ല. എന്താടി നിനക്ക് അവനെ കുത്തിക്കോടലെടുത്ത് വരായിരുന്നില്ല എന്റെ അടുത്തേക്ക്? അനാവശ്യം ആരെങ്കിലും പറഞ്ഞ നീ ഭദ്രകാളി ആവാറുള്ളതല്ലേ? പിന്നെ എങ്ങനെയാണ് സംഭവിച്ചേ? ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി ചാവുന്നതിനേക്കാളും ഇങ്ങനെ ചാവാനാ എനിക്കിഷ്ടം.